അനൗൺസ്മെൻറ്റ് മുതൽക്ക് എനിക്ക് പ്രതീക്ഷ ഉള്ളൊരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ആൻഡ് എക്സൈറ്റഡ് ആവാൻ മറ്റൊരു റീസണായിട്ട് ഇതിൻ്റെ ട്രെയിലറും വന്നു. അപ്പോൾ ARMനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പൊതുവേ ഇവിടെ വരുന്ന പാൻഡിൻ അറ്റംപ്റ്റുകളുടെ അവസ്ഥ തിയേറ്ററിൽ വിട്ട് അനുഭവിച്ചവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കുമ്പോൾ ഒരു പേടി തോന്നും. കയ്യിൽ നിന്ന് പോയാൽ അത്ഭുതമില്ല, പക്ഷെ മലയാളത്തിനെ കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്നത് ഒരു നിരാശയാണ്. അതാണ് പ്രശ്നം. ഇങ്ങനെ വന്ന് പാളിപ്പോയ സിനിമകളെ കുറിച്ച് ഈ ചാനലിൽ തന്നെ മുന്നേ സംസാരിച്ചിട്ടുള്ളത് കാരണം ഇനി ആ പേരുകൾ ഞാനിവിടെ പിന്നെയും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇതൊക്കെ പാൻ ഇന്ത്യൻ ആക്കണം എന്ന ഡിസിഷൻ എടുത്തു എന്നതാണ് കൗതുകം. കാരണം ഒരു റീജിയണൽ സിനിമ മോശമാകുമ്പോൾ വരുന്നൊരു അവസ്ഥയല്ല ഇത്. മല്ലു ഓഡിയൻസും മാത്രമല്ല വിമർശിക്കുക, പുറത്തുനിന്നും കിട്ടും കുറേ. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. പക്ഷേ ARMൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഫാക്ടേഴ്സ് ഈ ട്രെയിലറിലുണ്ട്. പക്ഷെ പാൻ ഇന്ത്യന് പറ്റിയ റൈറ്റ് ചോയ്സ് ആണോ എന്ന് കണ്ടറിയണം. ടൊവിനോയോട് എനിക്ക് ഫേവറിറ്റിസം ഉണ്ടോ എന്ന് ഡൗട്ട് അടിക്കുന്ന വിധത്തിലുള്ള ചില സംഭവങ്ങൾ ഈ ചാനലിൽ തന്നെ കാണും. പക്ഷേ അങ്ങനൊരു ഫേവറിറ്റിസം ഒന്നും ഇല്ലാത്ത സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ റയറായിട്ട് ഒരു സിനിമയുടെ റിലീസിന് മുന്നേ അങ്ങനെ ഹൈപ്ഡ് ആവുക അല്ലെങ്കിൽ റിലീസിന് ശേഷമോ മുന്നെയോ ആ സിനിമയെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഇടാറുള്ളൂ. വിച്ച് ഇൻക്ലൂഡ്സ് മിന്നൽ മുരളി, തല്ലുമാല ആൻഡ് നൗ അജയൻ്റെ രണ്ടാം മോഷണം. കോയിൻസിഡൻസ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. പക്ഷേ ഇതെല്ലാം ടൊവിനോ സിനിമകളാണെന്ന് മാത്രം. മൾട്ടിപ്പിൾ റോൾസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു റിസ്കി തിങ് ആണ്. അതും ക്യാരക്ടേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ വേറെ ആകുമ്പോൾ അപ്പിയറൻസ് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. ബോഡി ലാംഗ്വേജ് മുതൽ അഭിനയത്തിൽ പോലും ഡിഫറൻ്റ് ആയിട്ട് തോന്നിക്കണം. അജയൻ്റെയും കൊന്നിക്കളവിൻ്റെയും അധികം എക്സ്പോസ് ചെയ്യാത്തതുകൊണ്ട് ആ റോളുകളെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ഇമ്പ്രഷൻ എനിക്ക് വന്നിട്ടില്ലെങ്കിലും മണിയൻ എന്ന റോള് നല്ല ഡിഫറൻ്റ് ആയിട്ട് തോന്നി. നോർമലി കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ടൊവിനോ അല്ല അത്. സോ ഒരു വെറൈറ്റി ഫീലുണ്ട്. ഉള്ളതാണെന്ന് അറിയില്ല, എന്നാലും ടൊവിനോക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു ആക്ടിങ് കോച്ചൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു. എന്തായാലും ഫസ്റ്റ് ടൈമായിട്ട് 3 റോളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് ടൊവിനോയിൽ നിന്നൊരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആണ്. 3 ടൈം ലൈനുകളിൽ നടക്കുന്ന കഥയാണെങ്കിലും ഇതിൻ്റെ ട്രെയിലർ കുറച്ച് കൺഫ്യൂസിങ് ആണ്. 3 ജനറേഷൻ ആണെന്നും പറയുന്നുണ്ട്. ഇനി അതിൽ റീഇൻകാർണേഷൻ കൂടി ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത റീഇൻകാർണേഷൻ ത്രെഡ് ഇപ്പോഴും നല്ല പൊട്ടൻഷ്യലുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു പാൻ ഇന്ത്യൻ ഐഡിയയിലും ഇത് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നൊരു കണ്ടക്സ്റ്റാണ്. കാരണം വണ്ടർ അടിക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ കണ്ടൻസിൽ അത് കറക്റ്റായിട്ട് സിങ്ക് ആവും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. സ്ട്രെയിറ്റ് അപ്പ് ആയിട്ടൊരു സമ്മറി രീതിയിൽ പറയുന്നതല്ല ഒരു ട്രെയിലർ കട്ട്. പക്ഷെ പലപ്പോഴും സിനിമയെക്കുറിച്ചുള്ളൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി എക്സ്പോസ് ചെയ്യുന്ന വിധത്തിലാണ് പല ട്രെയിലർ കട്ട്സും വരാറുള്ളത്. ARMൻ്റെ കേസിൽ ചെറിയ ഹിൻസ് ഉണ്ടെങ്കിലും ഒരു വലിയ ഐഡിയ ട്രെയിലർ തരുന്നില്ല. ശരിക്കും ഇങ്ങനെ വേണം ഒരു മൂവി ട്രെയിലർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ. കാരണം ക്യൂരിയോസിറ്റി കുറച്ചൊക്കെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ മാനിപ്പുലേറ്റും ചെയ്യണം. അങ്ങനെയാണ് ഒരു ട്രെയിലർ വേണ്ടത്. സമ്മറി രീതിയിൽ പോയാൽ പിന്നെ അതിൽ വലിയ ത്രില്ലുണ്ടാവില്ല. കാര്യം ഈ ട്രെയിലർ കട്ട് എന്നെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അത്ര ഹൈ രീതിയിൽ ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ട്രെയിലറിലെല്ലാം ഫൈനാണ്. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ട്രെയിലർ ആ സിനിമയുടെ യഥാർത്ഥ റിസൾട്ട് തന്നെ ആയിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റിങ്ങും ആവാം. ആക്ച്വലി ഒരു സിനിമ നന്നായാലും മോശമായാലും ഈ 2 കാറ്റഗറിയിൽ വരുന്ന സിനിമകൾക്കും നല്ല ട്രെയിലർ കട്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ട്രെയിലർ ഒരുപക്ഷെ മാനിപ്പുലേറ്റിങ്ങും ആവാം. എന്തായാലും ബേസിലിൻ്റെ അസിസ്റ്റൻറ്റിൽ നിന്ന് ഒരു ഡയറക്ടറായിട്ട് വരുന്ന ജിതിൻ ദാസിന് ഇതൊരു നല്ല ഡെബ്യൂ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബാക്കി നമുക്ക് സെപ്റ്റംബർ 12 നോക്കാം. അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.